ഞാൻ ചിന്തിക്കുന്നു, ഇന്ന് ലോകത്തിൽ ഒരുപാട് വ്യക്തികൾ രക്ഷിക്കപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അനേക ദൈവമക്കളായി മാറ്റപ്പെട്ട് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒറ്റ ഒരു ശബ്ദത്തിലാകുന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഇന്ന് ഈ ഒരു ശബ്ദം നമ്മുടെ മധ്യത്തിൽ മുടങ്ങി കേൾക്കുവാൻ കാരണം നമ്മിൽ ആരെങ്കിലും ഹൃദയപെരുമാറ്റക്കാരായ ദൈവത്തെ വിട്ട് അസന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മെ വീണ്ടും ആഹ്വാനം ചെയ്തുകൊണ്ട് ക്ഷണിക്കുന്ന ഒരു സ്വരമായിട്ട്, ഒരു കോളിംഗ് ബെല്ലായിട്ട് നമ്മുടെ ചെവിയിൽ കൂടെ മുടങ്ങി കേട്ടുകൊണ്ടിരിക്കും. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഈ വാക്യത്തിന്റെ ഒരു വശത്തെ എനിക്ക് ചിന്തിക്കുവാനിടയായി തീർന്നു. പൊതുവെ ഒരു വലിയ യജമാന്റെ വീട്ടിലേക്ക് ആ വീട്ടിലെ ദാസന്മാർ ചെന്ന് കോളിംഗ് ബെൽ അടിക്കാറുണ്ട്. ഒരിക്കലും ദാസന്റെ വീട്ടിൽ ചെന്ന് യജമാനൻ കോളിംഗ് ബെൽ അടിക്കാറില്ല. അതുപോലെ ഒരു ധനികന്റെ വാതിലിൽ ചെന്ന് ഒരു ദരിദ്രൻ മുട്ടാറുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കലും ദരിദ്രന്റെ വീട്ടുവാതിൽ ഒരു ധനികൻ ചെന്ന് മുട്ടാറില്ല. അതുപോലെ ലോകത്തിൽപ്പെട്ട വലിയ ആൾക്കാരുടെ വീടുകളുടെ വാതിൽ ചെറിയ ആൾക്കാർ ചെന്ന് മുട്ടി തിരക്കത്തക്കതുപോലെ ആവശ്യപ്പെടാറുണ്ട്. ഒരിക്കലും ചെറിയവന്റെ വീട് ചെന്ന് വലിയവൻ ആ മുട്ടാറില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാമല്ലോ. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഇവിടെ അതായത് യജമാനെന്നോ ധനികനെന്നോ വലിയവനെന്നോ ഇത് പറയുന്നതിനേക്കാൾ ഉപരി ദൈവം എന്ന് പറയപ്പെടുന്നത് എല്ലാത്തിനേക്കാൾ വലിയവനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. നമ്മുടെ ദൈവമായ യഹോവേ ഏറ്റവും വലിയവനെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ വലിയവനായ ദൈവം ഏറ്റവും ചെറിയവനായ മനുഷ്യരുടെ വാദത്തിൽ നിന്ന് മുട്ടുക എന്ന് പറഞ്ഞത് അത് വലിയ അത്ഭുത കാര്യം തന്നെയാണ്. ഇത് ദൈവത്തിന്റെ വലിയത്വത്തെ കാണിക്കുന്നു. ദൈവം എത്രമാത്രം അവൻ ഉയർന്നവനുമായവൻ എത്ര തന്നെ താഴ്ത്തിക്കൊണ്ട് ചെറിയവരെ അവൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വേദഭാഗത്തിൽ നാം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് സംബന്ധമായി നമ്മുടെ ദൈവത്തെ കുറിച്ച് നാം ചിന്തിച്ചു നോക്കുമ്പോൾ അവൻ ആരാകുന്നു? വെളിപ്പാട് പുസ്തകം 1-8 വാക്യം വായിച്ചു നോക്കുമ്പോൾ അവൻ അൽഫായും ഒമേഗയും ആകും. അവൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെയാണ് ഈ 3-20 വാക്യം ഇരിക്കുന്ന സമയത്തും അവൻ ഇരുന്ന സമയത്തും ഇനി വരാൻ പോകുന്ന സമയത്തുമെല്ലാം ഉപകരിക്കുന്ന ഒരു വേദഭാഗമായിട്ട് നമുക്ക് ഇതിനെ അംഗീകരിക്കുവാൻ സാധിക്കും. ഇതിനെ ശരിക്കും വ്യാഖ്യാനിക്കുന്നതുപോലെ 90-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ നീ തലമുറ തലമുറയായി ദൈവമാകുന്നു, നീ അനാദിയായി ശാശ്വതമായി പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പും നീ ദൈവമാകുന്നു എന്നൊക്കെ താൻ പറയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. ആദ്യമായി ദൈവം എന്ന് പറയപ്പെട്ടത് വെറും 33 വയസ്സ് മാത്രം ഒരു ജനനവും മരണം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. അതിന് മുമ്പേ അവനുണ്ടായിരുന്നു. അതിന് ശേഷമുള്ളവനാവും. ഹല്ലേലൂയ. പൊതുവെ നമുക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, നമുക്കൊരു ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്. നമുക്ക് മുമ്പ് കാലം നമുക്കില്ലെന്ന് പറയുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് യഥാർത്ഥമായിട്ട് സ്വർഗത്തിലോ നരകത്തിലോ എന്ന് കൺഫേം ആക്കാൻ പറ്റുന്നില്ല. സ്വർഗത്തിൽ പോകാൻ വേണ്ടി നാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അവൻ പണ്ടേ ഇരുന്നവൻ, ഇപ്പോൾ ഇരിക്കുന്നവർ, ഇനിയും അവൻ എല്ലാ കാലത്തും ഇരിക്കുന്നവർ. തന്റെ മരണത്തോട് തൊട്ട് മുമ്പ് അവര് അല്ലെങ്കിൽ താൻ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കം ചെയ്യപ്പെട്ട് വിൽപ്പെടുന്നതിന് ശേഷം വീണ്ടും യേശുപ്രകാരം പറഞ്ഞു, ഞാനോ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയാനിടയായിത്തീരുന്നു. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ ദൈവത്തെ കുറിച്ച് ഒരു സന്ദർഭത്തില് തന്റെ ഐഹിക കാലത്ത് തന്റെ സുവിശേഷം കേട്ടപ്പോൾ അനേകർ അവനെ കല്ലെറിയുവാൻ വേണ്ടി കല്ലെടുത്തു. അതിന് കാരണം അവരെക്കാൾ പ്രായം കൂടിയവരൊക്കെ മഹാപുരോഹിതന്മാരായിട്ടും പുരോഹിതന്മാരായിട്ടും മറ്റും കാഴ്ചക്കാരായിട്ട് അവിടെ കൂടിയിരിക്കുമ്പോൾ യേശു ഒരു പ്രായത്തിന്റെ വ്യക്തി എന്ന പോലെ തന്നെ സംബോധന ചെയ്തു. താൻ പറഞ്ഞ ഒരു അഡ്രസ് ഇങ്ങനെയാകും. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 58-ാം വാക്യത്തിൽ അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയും. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകും. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഇവനുണ്ടായിരുന്നു. ചേടാ ഇവനേക്കാൾ അല്ലെങ്കിൽ ഇവന്റെ ജ്യേഷ്ഠനുണ്ട്, ഇവരുടെ ജന്മം നൽകിയ മറിയമുണ്ട്, യോസേഫുണ്ട്, അതുപോലെ മറ്റ് സഹോദരങ്ങളൊക്കെ മൂത്ത സഹോദരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇവനേക്കാൾ മൂത്തവരൊക്കെ ഉണ്ട്. അങ്ങനെയിരിക്കെ കൊച്ചു വയറിട്ട് പറയുന്നു അബ്രഹാം എനിക്ക് മുമ്പേ ഞാൻ ഉണ്ടായി. ഇവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. ആ വാക്യം വായിച്ചാട്ടെ. യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ടെന്നൊക്കെ പറയുന്നു. ഒരു സന്ദർഭത്തില് ദാവീദ് യേശുവിനെ ദൈവം എന്നൊക്കെ ഒരിക്കലും കാര്യത്തെ കുറിച്ച് സംബോധന ചെയ്തപ്പോൾ അത് കേട്ടിരുന്ന വ്യക്തികൾ ഇവൻ ഇത്ര പ്രായം നമ്മേക്കാൾ ചെറുപ്രായത്തിലേക്ക് ഇവൻ അങ്ങനെ ദാവീദിന് പിതാവായിട്ടും അപ്പനായിട്ട് മാറുന്നത് നിനക്ക് കളിയാക്കിയപ്പോൾ അവിടെയും യേശു പറഞ്ഞു ഞാൻ ദാവീദിന് മുമ്പേ ഉണ്ടായിരുന്നു. ആകയാൽ തലമുറ തലമുറയായി പുരാതനമായി പർവ്വതങ്ങളും എല്ലാം ഉണ്ടാകുന്ന മുമ്പ് തന്നെ ശാശ്വതമായും അനാദിയായി നമ്മുടെ ദൈവം ഉണ്ടായിരുന്നു. അവൻ അല്പമായും ഒമേഗയുമാകുന്നു, അവൻ ഇരുന്നവനാകുന്നു, ഇരിക്കുന്നവനാകുന്നു, വരുന്നവനാകുന്നു. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ പറയപ്പെട്ടതുപോലെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ ഈ ദൈവത്തെ കുറിച്ച് നാം ചിന്തിച്ച് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവനെല്ലാം മുട്ടിക്കൊണ്ടിരിക്കുന്നു. അവൻ വലിയവനായിട്ട് ചെറിയവരായി നമ്മുടെ അടുക്കൽ വരാൻ വേണ്ടി നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇതാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് താഴ്ന്ന നിലവാരത്തിൽപ്പെട്ട വ്യക്തികൾ ഉയർന്ന നിലവാരത്തിൽപ്പെട്ട വ്യക്തികളുടെ സഹായത്തിന് വേണ്ടി അവരെ വെട്ടിക്കൊണ്ടിരിക്കും.
ഇവിടെ അങ്ങനെയല്ല. നമ്മെ സഹായിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ ഭാഗത്ത് വന്ന് നമ്മുടെ വാദത്തിൽ അവർ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സത്യമാകുന്നു, ഇത് നാം അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അവസാന ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്നെ കുറിച്ച് ഞങ്ങൾക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ലെന്ന്. അപ്പൊ നമ്മൾ എത്രത്തോളം ദൈവത്തിൽ പറ്റിയിരിക്കുന്നോ അത്രത്തോളം നമുക്ക് ദൈവ അനുഗ്രഹങ്ങൾ തരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 73-ാം സങ്കീർത്തനത്തിന്റെ 27-28 വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ അവിടെ ഇപ്രകാരം വാക്യം, നിന്നെ വിട്ട് പിരിഞ്ഞു പോകുന്നവൻ ആരാണെങ്കിലും അവൻ നശിച്ചു പോകുന്നു. ഒരിടത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് നാശങ്ങൾ ഭവിച്ചിരിക്കുന്നുവെങ്കിൽ അതിന് കാരണം നാം ദൈവത്തെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു. അല്ലെ, ഒരു വ്യക്തിക്ക് ഹാർട്ടിൽ ചില ബ്ലോക്കുകൾ ഉണ്ടായിട്ട് ചിലപ്പോൾ വൺ സൈഡ് തളർന്നു പോകുന്നു, ചില ഭാഗങ്ങളൊക്കെ നിർജീവമായി മാറുന്നു. അപ്പൊ അതിനെ അവർ കണ്ടെത്തിയിട്ട് അപ്പൊ അവരുടെ ശരീരത്തിന്റെ ഹാർട്ടുമായിട്ടുള്ളതായ ആ ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ ഭേദപ്പെടുത്തുന്ന ബ്ലോക്ക് എവിടെയാണെന്ന് കണ്ടെത്തുന്നു. അത് ഒന്നോ രണ്ടോ എന്ന് കണ്ടെത്തുന്നു. അതിന് നീക്കം ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ആ വ്യക്തി റിലാക്സ് ആയി പോകുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങൾ ഫംഗ്ഷൻ ഇല്ലാതെയാകും. ഇതുപോലെ നമ്മുടെ എല്ലാ മേഖലയിലും നാശങ്ങൾ ഭവിക്കാനുള്ള ചെക്കപ്പ് നടത്തിയാൽ നമ്മുടെ ഹാർട്ട് പോലെയുള്ള ദൈവത്തിൽ നിന്ന് നാം ഏതോ ഒരു ഭാഗത്ത് അകന്നിട്ടുണ്ട്, അവിടെ ബ്ലോക്കായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് നാശം ഭവിച്ചിരിക്കുന്നതിനുള്ള കാര്യത്തെ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും 28-ാം വാക്യത്തിൽ വായിക്കുന്നു, നിന്നോട് ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് എന്റെ സങ്കീർത്തനക്കാരൻ പറയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ദൈവത്തോട് അടുത്തിരിക്കുന്ന നല്ലതെന്നൊക്കെ പറയുമ്പോ 91-ാം സങ്കീർത്തനത്തിന്റെ 14-ാം വാക്യത്തിൽ വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുന്നു, നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തുമെന്നൊക്കെ ദൈവം പറയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ